ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രീ കാര്യങ്ങളൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ട്രീ വരക്കലല്ല കേട്ടോ, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ ഒരു വിഷൻ ബോർഡ് ക്രിയേഷൻ, അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് എന്ന് പറയും. ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, അതെന്താണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ആയിത്തീരേണ്ടത്, അത് ഏത് വർഷമാണ്, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടലുകൾ ഉണ്ടാവണം, നമ്മുടെ മൈൻഡിലുണ്ടാവണം. അത് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും അത് എടുത്ത് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു എനർജി കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ബോർഡ് ക്രിയേഷനാണ്. അത് ഈ ഒരു ഗോൾ സെറ്റിംഗിലേക്ക് നമുക്ക് എത്താനുള്ള ചെറിയ ഒരു സൂത്രപ്പണിയാണ് ഈ വിഷൻ ബോർഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനതൊരു ടേബിളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യട്ടെ. ഞാനൊരു 5 കോളമായിട്ടുള്ളൊരു ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ കോളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഓർ ഫിനാൻസ് ആണ്. അതായത് നമുക്ക് എന്താണ് നമ്മുടെ കരിയറിൽ എത്തിച്ചേരേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റി എത്രത്തോളം ആയിരിക്കണം, അതൊക്കെയാണ് ഈ ഫസ്റ്റത്തെ ഒരു കോളത്തിൽ വരുന്നത് കേട്ടോ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 2025 2025 പകുതിയോളം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2030 അല്ലെങ്കിൽ ഒരു 2028 ആകുമ്പോഴേക്കും എനിക്ക് സെറ്റിൽ ആവണം, എനിക്ക് ഇന്ന ജോലി വാങ്ങണം, അതൊക്കെയാണ് ഫസ്റ്റത്തെ കോളത്തിൽ വരുന്നത്. നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ എങ്ങനെയാണ് ആവേണ്ടത്, അതും കൂടി എഴുതണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫാമിലീനെ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം വരും വർഷങ്ങളിൽ. അതാണ് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ്. നമ്മളെല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഹെൽത്താണ് ആദ്യം തന്നെ നമ്മൾ നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നമുക്ക് ഫിസിക്കലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കുള്ളൂ, നമ്മൾ മുൻപോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ഒരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇതെല്ലാം തന്നെ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, നമുക്ക് ആത്മീയതയിൽ എനിക്കെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ട് വളരണം, അതിന് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. അപ്പം ഞാൻ അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് ഓർ കോൺഫിഡൻസ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു ഇപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ, ഇനി വരും വർഷങ്ങളിൽ എത്രത്തോളം വേണം, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടണം, നല്ല രീതിയിൽ സെറ്റ് ആവണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ചെറിയൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു നിൽക്കേണ്ടത്. അപ്പോൾ ഈ സൂത്രം എല്ലാവരും ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റായിട്ട് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സി യു.